ചെറുവിരലുണ്ടല്ലോ, കാലിന്റെ ഏറ്റവും ചെറുവിരൽ പതിയെ പതിയെ അനങ്ങുന്നു. കഥയ്ക്ക് വന്ന ഒരു മാറ്റം ഇങ്ങനെയാണ്. തൻ്റെ കുഞ്ഞിനെ ചേർത്ത് ദേഹത്തോട് പിടിച്ചു. തന്നിൽ അവശേഷിക്കുന്ന അവസാനത്തെ ചൂടും പകർന്നു കൊടുത്തിട്ട് അമ്മ ലോകത്തോടായി ഒരു പ്രഖ്യാപനം നടത്തി. എൻ്റെ 1 ദിവസം പ്രായമായ കുഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം പ്രായമായ കുഞ്ഞിന് ഇത്ര ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളോട്, കാലാവസ്ഥയോട് ഇത്രമാത്രം ശക്തമായി പൊരുതാനാവുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് സാധിക്കില്ല? അമ്മ തിരിച്ചു പോയില്ല. അമ്മ ഇന്ന് നൂറുകണക്കിന്, അമ്മയുടെ മക്കൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള നൂറുകണക്കിന് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം ഒരു പൊതു അമ്മയായി, ഒരു വലിയ സാമൂഹിക പ്രവർത്തകയായി, അടുത്ത കാലത്താണ് അവർ മരിച്ചുപോയത്, ആയി അവർ ജീവിച്ചു എന്നുള്ളത് ചരിത്രം. ഞാൻ പറയാൻ തുടങ്ങുന്നത്, ജീവിതത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് വെച്ചിട്ട് വരവ് അറിയിച്ച് ഒന്നുമല്ല വരിക. അതാണ് ജീവിതത്തിന്റെ ഒരു വലിയ രസം. എന്നോട് പണ്ട് അച്ഛൻ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ജീവിതമാണ് ഏറ്റവും വലിയ ഗുരു, നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ തയ്യാറെടുത്തിരിക്കും ഒരു അനുഭവം വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാമെന്ന്. നിർഭാഗ്യവശാൽ അത്തരം ഒരു അനുഭവം പിന്നെ നമുക്ക് വരികയില്ല. പിന്നെ പുത്തനൊരു വെല്ലുവിളിയാ വരിക, പിന്നെ പുത്തനൊന്ന് വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോ നമ്മൾ പറയുന്ന രസകരമായ ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ കഥ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാം. അത് നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധിതമാണ്. ഡ്രൈവിംഗ് എത്ര